കോഴിക്കോട് കരിങ്ങാട് തോടിന്റെ തീരം ഇടിഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, വിവരങ്ങൾ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കരിങ്ങാട് തോട് ഇടിയുന്നൊരു സംഭവം ഉണ്ടായത് ഇന്നലെ രാത്രിയോടെ, അതായത് ഇന്ന് പുലർച്ചയോടുകൂടിയാണ്. കുറ്റ്യാടിപ്പുഴയുടെ കൈവഴിയായി ഒഴുകുന്ന തോടാണിത്. ഈ തോട് ഇടിഞ്ഞതോടെ, അതിൻ്റെ കരഭാഗം ഇടിഞ്ഞതോടെ കരയിൽ താമസിക്കുന്ന, അവിടെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്, ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരെയൊക്കെ സമീപത്തുള്ള ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 4 കുടുംബങ്ങളിൽ നിന്നായി 14 പേരെ ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ഈ പ്രദേശത്ത് കനത്ത മഴ ഇന്നലെ പെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് തോടിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും അതിനെ തുടർന്ന് കര ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ എസ്കെൻ, മാത്തോട്ടത്തും മഴയ്ക്ക് പിന്നാലെ മരം കടപുഴകി വീണ് ഒരു അപകടമുണ്ടായിട്ടുണ്ട്. സതീദേവി എന്നവരുടെ വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. അവരുടെ അടുക്കള പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ സമയത്ത് സതീദേവി ഉൾപ്പെടെ 4 പേർ വീട്ടിലുണ്ടായിരുന്നു. അവർ വീടിൻ്റെ മുൻവശത്തായതുകൊണ്ട് തന്നെ അവർക്ക് വലിയ അപകടമൊന്നും പറ്റിയിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഈ മരം മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം, മാവൂരിലും ഇതുപോലെ കനത്ത മഴയിൽ മതിലിടിഞ്ഞ് കാറിന് മുകളിലേക്ക് പതിച്ച് ഒരു അപകടമുണ്ടായിട്ടുണ്ട്. അവിടെ ഒരു വിവാഹ സൽക്കാരത്തിന് എത്തിയതായിരുന്നു രജീഷ് എന്നയാൾ. ആ സമയത്താണ് ഈ കാർ നിർത്തിയതിന് തൊട്ട് മുൻപിലുള്ള ഒരു മതിൽ ഇടിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കാറിന് മുകളിലേക്ക് പതിക്കുന്നത്. കാറിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇറങ്ങിയ സമയത്താണ് ഈ അപകടമുണ്ടായത്. കാർ പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും എസ്കെൻ, ജില്ലയിൽ ഇപ്പോൾ കനത്ത ജാഗ്രത തുടരുന്നുണ്ട്. ഈ ജലാശയങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. ഒപ്പം നിർമ്മാണ പ്രവൃത്തികൾക്കൊക്കെ വിലക്ക് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്.